നമസ്കാരം. മധ്യപ്രദേശിലെ ഇൻഡോറിൽ തങ്ങളുടെ സ്ഥാനാർത്ഥി അക്ഷയ് കാന്തി ബാം നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചതിന് തൊട്ടു പിന്നാലെ വോട്ടർമാരോട് നിങ്ങൾ നോട്ടയ്ക്ക് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള പ്രചരണത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി. ബി.ജെ.പിയുടെ സിറ്റിംഗ് എം.പി. ആയ ശങ്കർ ലാൽവാനിക്കെതിരെ മത്സരിക്കാനിരുന്ന അക്ഷയ് തിങ്കളാഴ്ചയായിരുന്നു പത്രിക പിൻവലിച്ചുകൊണ്ട് ബി.ജെ.പിയുടെ ഭാഗമായത്. നോട്ടയ്ക്ക് വോട്ട് ചെയ്ത് ബി.ജെ.പിക്ക് തക്ക മറുപടി നൽകണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് ശോഭ ഓജെ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഈ മാസം 13-ാം തീയതിയാണ് ഇൻഡോറിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. വോട്ടർമാരുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ മധ്യപ്രദേശിലെ ഏറ്റവും വലിയ മണ്ഡലമാണ് ഇൻഡോർ ലോക്സഭാ മണ്ഡലം. 25.13 ലക്ഷം വോട്ടർമാരാണ് ഇവിടെയുള്ളത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പങ്കജ് സംഘവിയെ 5.48 ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ലാൽവാനി അന്ന് പരാജയപ്പെടുത്തിയത്. ഈ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 5045 വോട്ടുകൾ മാത്രമായിരുന്നു നോട്ട് നേടിയിരുന്നത്. എന്നാൽ കോൺഗ്രസിന്റെ ഈ ആഹ്വാനം ഇത് ഒരു ഫലവും ഉണ്ടാക്കില്ല എന്നും ശങ്കർ ലാൽവാനി 8 ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ വീണ്ടും ഇൻഡോറിന്റെ MP ആകും എന്നുമാണ് മധ്യപ്രദേശിന്റെ മന്ത്രിയും മുതിർന്ന ബി.ജെ.പി. നേതാവുമായ കൈലേഷ് വിജയവർഗിയ പറയുന്നത്. എല്ലാവരും ഈ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കണമെന്നും കൃത്യമായ രാഷ്ട്രീയമാണ് നിങ്ങൾ രേഖപ്പെടുത്തേണ്ടതെന്നും കോൺഗ്രസിന്റെ നിഷേധാത്മകമായ ഇത്തരം പ്രചരണങ്ങളിൽ വീഴരുത് എന്നുകൂടി അദ്ദേഹം അഭ്യർത്ഥിക്കുന്നുണ്ട്. എന്തായാലും ഇൻഡോറിൽ ബി.ജെ.പിയും നോട്ടയും തമ്മിലുള്ള പോരാട്ടമാണ് നടക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതിനോടൊപ്പം തന്നെ അവിടെ ആര് വിജയിക്കും എന്ന കാര്യത്തിൽ കോൺഗ്രസിന് പോലും ഉറപ്പുണ്ട് താനും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.